ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ ഏറെ ഇഷ്ടമുള്ള ഒരു നാടൻ പലഹാരമാണ് നെയ്യപ്പം. അപ്പോൾ നമുക്കിത് വളരെ പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റിലും മയത്തിലും എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അധികം പാടൊന്നുമില്ല. കുറച്ച് ക്ഷമയും സമയവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ഇഡ്ഡലി റൈസ് 3-4 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു 300 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അപ്പോൾ അത് ഉരുക്കിയെടുക്കുമ്പോൾ അധികം അങ്ങോട്ട് അയഞ്ഞു പോകരുത്, കാരണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ പാനി അയഞ്ഞിരുന്നാൽ അരി അരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരം അതിലേക്ക് ചേർക്കാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം കുറച്ച് കൂടി കഴിഞ്ഞാൽ കുറച്ചേറെ നേരം അങ്ങോട്ട് ചൂടാക്കി ഇതങ്ങോട്ട് കുറുകി വരും. അതുപോലെ ഒരു മീഡിയം ലെവലിൽ കുറുകിയിരുന്നാൽ മതിയാവും. കൂടുതൽ കുറുകി കഴിഞ്ഞാൽ അരിച്ചെടുക്കാൻ പാടാണ്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ഇപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയുടെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ശർക്കരപ്പാനിയുടെ പകുതി ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് തരിയിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം കൂടാതെ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. ഇതുപോലെ കുറച്ച് തരിയിട്ട് വേണം നമ്മൾ അരി അരച്ചെടുക്കാനായിട്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പൊന്നും അധികം കൂടിപ്പോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ഈ പരുവത്തിന് വേണം നിങ്ങളിത് അരച്ചെടുക്കാനായിട്ട്. ഇതിൽ കൂടുതൽ ഇതങ്ങോട്ട് അയഞ്ഞു പോകരുത്. ഇനി ഇതൊന്ന് പുളിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലതിലേക്ക് ചുക്കുപൊടി ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു 5-6 മണിക്കൂർ പുളിച്ച് വരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതുപോലെ ഫെർമെൻറ്റേഷൻ ഒരുപാട് അങ്ങോട്ട് കൂടുകയും ചെയ്യരുത്, കുറഞ്ഞും പോകരുത്. ഒരു മീഡിയത്തിൽ തന്നെ നിൽക്കണം. ഇതിപ്പോൾ ആവശ്യത്തിന് ഇവിടെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് ഒരു അരമുറി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ആവശ്യത്തിന് ഇവിടെ പുളിച്ചിരിപ്പുണ്ട്. അപ്പോൾ പുളിച്ച് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. പഴയതിലും കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു കുഴിഞ്ഞ പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ എണ്ണ ചൂടായെന്നൊന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം എണ്ണ ഇവിടെ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നെയ്യപ്പം ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യവും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം കോരി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തവി നിറച്ച് മാവ് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ എണ്ണയോട് ചേർത്ത് പിടിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്തോട്ട് എണ്ണ തെറിക്കും. തന്നെത്താൻ ഇതൊന്ന് വീർത്ത് പൊങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതുപോലെ എണ്ണ കോരി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 വശവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമുക്കിത് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം കളറൊക്കെ മാറി പാകത്തിനായിട്ടുണ്ട്. ഈ നേരം കൊണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കിനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി തീ ഒന്നുകൂടെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് പൊങ്ങി വന്നു കഴിയുമ്പോൾ തീ നന്നായിട്ട് താഴ്ത്തി വെച്ച് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് പാകത്തിന് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ തനി നാടൻ നെയ്യപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.